നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ ഈ പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വീഡിയോയ്ക്കിടയിൽ ഒരുപാട് പേര് അങ്ങനെയൊന്നും ആയിരുന്നില്ല, അവിടെ ഭയങ്കര അധികം ജനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറച്ച് മെസ്സേജ് കണ്ടു. അപ്പം ഞാൻ പക്ഷേങ്കിൽ കുറേ വീഡിയോസ് കണ്ടതിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഏറ്റവും കൂടുതൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഓരോരുത്തരുടെയും മുമ്പിൽ ഓരോ ക്യാമറയും അല്ലെങ്കിൽ ഓരോ ഫോണും പിടിച്ച് അല്ലെങ്കിൽ ഒരു മൈക്കും പിടിച്ച ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ. അത് അതിനുള്ള ഉദാഹരണങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. दिल्ली से आए। हाँ। इस प्रोटेस्ट में क्या करती हैं आप? मैं फिल्म मेकिंग में हूँ। फिल्म मेकिंग में। इस प्रोटेस्ट में क्यों आए, क्या कारण है? मैं एज अ व्यूअर आई हूँ। एज अ व्यूअर। रीजन क्यों? अगर मेरे देश के लोग प्रोटेस्ट करे तो मैं क्यों नहीं आ सकती? नीट का एग्जाम आपने दिया? नहीं, मैं क्यों आए हो? मेरे बच्चे नीट के पेपर दिए, वो लीक हो गया है तो आई हूँ यहाँ प्रोटेस्ट करने के लिए। पेपर लीक हुआ इसलिए प्रोटेस्ट करना है। നിരവധി വീഡിയോസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും. അവിടെ ആള് വന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വളരെയധികം ചുരുങ്ങിയ ആൾക്കാർ, അത് 1000, 1500, 2000, 3000 ആയിക്കോട്ടെ, അതിൽ കൂടുതൽ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ എല്ലാവരും മിക്കവരും ഇത് കാണാനും കുറച്ച് വീഡിയോസ് എടുക്കാനും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും ഒക്കെ കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ എന്താരാണെന്ന് അറിയാമോ? ഈ ക്രോക്രോച്ചിൻ്റെ ഈ ഒരു മാസ്ക് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടൊരു പയ്യൻ വന്നിരുന്നു. എനിക്ക് അവനെയാണ് ഏറ്റവും കൂടുതൽ സത്യമായി ഇഷ്ടപ്പെട്ടത്. കാരണം അവൻ 15 രൂപയുടെ സാധനം അവിടെ 30 രൂപയ്ക്ക് വിറ്റ് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൻ എത്ര രൂപ അവിടെ നിന്ന് ഉണ്ടാക്കി. അപ്പോൾ അവനാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്മാൻ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ അവർ കുറേ പേര്, അതായത് ഫ്ലാഗ് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആൾക്കാർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടൊരു ക്രൗഡിനെയാണ് ഈ ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ ജസ്റ്റ് ആ ക്രൗഡ് നോക്കിയാൽ തന്നെ അറിയാം. അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ മൈക്കും പിടിച്ച് ഓരോരുത്തരുണ്ട്. ഓരോ ആൾക്കും ഓരോരുത്തർ വെച്ച്, അതായത് ചിലരുടെ മുമ്പിൽ 2, 3 മൈക്ക് വെച്ച് അങ്ങനെയൊക്കെയാണ് അവിടെ ആൾക്കാർ അത്രയും ഉണ്ടായത്. പക്ഷേ അടുത്ത ശനിയാഴ്ച വലിയ രാജ്യവ്യാപകമായ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ചിലപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ, കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇതിനകത്തൊക്കെ പങ്കെടുക്കുമായിരിക്കും. ഓരോ സ്റ്റേറ്റിൽ വെച്ചൊക്കെയാണ് നടക്കുന്നതെങ്കിൽ. ഞാനതിനെ തള്ളി പറഞ്ഞൊന്നുമല്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് എന്തായാലും ആവർത്തിക്കപ്പെടാത്ത തെറ്റ് തന്നെയാണ്. അതിനകത്തൊരു സംശയവുമില്ല. അത് ഇനി ആവർത്തിക്കാതിരിക്കത്ത രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പലർക്കും അവിടെ വന്ന് എന്തിനാണ് വന്നതെന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതിനകത്ത് എന്താണ് നീറ്റെന്നോ അല്ലെ എന്താണ്, ആരാണ് ഇത്, എന്നാ സംഭവമെന്നോ. ചിലർ ഖാലിദിൻ്റെ മുദ്രാവാക്യം വിളിക്കുന്നു. അതിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇതിലൊരാൾ പറയുന്നുണ്ട് ബേഡ്ചാവോ എന്ന്. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിലുള്ള അമ്മമാർക്ക് മനസ്സിലായില്ല എന്നാ സംഭവം എന്ന്. അവരത് ഓർത്ത് മുദ്രാവാക്യം. അതായത് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഈ നമ്മുടെ ഭജന നടക്കുന്ന സമയത്ത് ഈ ഒരുപാട് രാത്രിയാവുമല്ലോ, അപ്പോൾ എല്ലാവരും ഉറക്കളച്ചൊക്കെ ആയിരിക്കും. അപ്പം ഒരാൾ ഇങ്ങനെ ഒരു നാമം ചോദിക്കും. അപ്പോൾ അയ്യപ്പ തിന്തകത്തോ എന്ന് പറയണം. അപ്പോൾ ആ പറയുന്നതിനിടയ്ക്ക് ഈ പാടിക്കൊണ്ടിരിക്കുന്ന അവന് ഒരു രസം തോന്നി. ആ രസം തോന്നിയ ഇടയ്ക്ക് അവൻ പറഞ്ഞു, ഇടവഴിയെ ആന പോയി. ഈ കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നല്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. അയ്യപ്പ തിന്തകത്തോ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുത്തരം ഇവിടുന്ന് ബേഡ്ജാവോ എന്ന് പറഞ്ഞു. ഇവരുടെ വിചാരം ഇതും അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ബേഡ്ജാവോ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. അങ്ങനെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ രസം. അതേപോലെ തന്നെ ഒരുത്തം വീട്ടിൽ നിന്ന് വീശാൻ ആളെയും കൊണ്ട് കൂൾ കോഫി കൊണ്ട് കൊടുക്കുന്നു. ഈ പറഞ്ഞ അഭിജിത്ത് ദീപിക ആണെങ്കിൽ പോലും 2 മണിയായപ്പോഴേ ഈ പറഞ്ഞ AC-യിൽ മാത്രം ഇരുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് വീരം പ്രഖ്യാപിച്ചിരുന്ന ആശാന് 2 മണിയായപ്പോഴേ ഒരു രക്ഷയുമില്ല. ചൂട് സഹിക്കാൻ വയ്യാതെ 2 മണിയായപ്പം കാറിൻ്റെ മുമ്പിലത്തെ AC-യുടെ മുമ്പിലിരുന്ന് വീട്ടിൽ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊട്ടസ്റ്റിനെ കുറിച്ചൊക്കെ പുള്ളി വീട്ടിൽ നിന്ന് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ശനിയാഴ്ചയ്ക്ക് മുമ്പിൽ ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വലിയ രാജ്യവ്യാപകമായ പ്രൊട്ടസ്റ്റ് നടത്തും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഒരാളെ ഉള്ളെങ്കിലും പ്രതിഷേധം തന്നെയാണ്, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു രീതിയിലല്ല. 2 കോടി പേരെന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അത്രയും പേരിൽ നിന്ന് ഇത്രയും സൃഷ്ടിച്ചു പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതിനകത്തൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ വന്ന പലർക്കും ഇതിനെക്കുറിച്ചൊരു ബോധവും പൊക്കണവും ഇല്ല എന്നുള്ളതാണ് രസകരമായി. അതായത് ഈ അബ്ദുജിക്ക് വലിയൊരു ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ നല്ലൊരു ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരാളോ ഒക്കെ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വെച്ചാലും അവിടെ അത്രയും ആളല്ല വന്നിട്ട്. അതിലൊക്കെ എനിക്ക് രസം തോന്നിയത് ഈ ആഹ്വാനങ്ങളൊന്നുമില്ലാതെ വന്ന BJP ഇറങ്ങിപ്പോകുന്ന നമ്മുടെ അണ്ണാമലയെ വന്നപ്പം എയർപോർട്ടിൽ തന്നെ വന്ന ക്രൗഡൊന്ന് കാണേണ്ടതായിരുന്നു. അത് നമുക്ക് അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയില്ല, അതാ ഞാൻ വരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ വരൂ, അല്ലെങ്കിൽ അവിടെ വെച്ച് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പുള്ളി ആരോടും പറയാതെ ഈ പറഞ്ഞ തിരിച്ചു വന്നിട്ട് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞ് മാത്രമേ. പക്ഷേ മാധ്യമങ്ങളിലല്ല, അതിലധികം ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയ കാഴ്ചയൊക്കെ അതും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരു പവർ, ക്രൗഡ് പുള്ളിങ് പവർ എന്ന് പറയുന്നത് അത് ചില വ്യക്തികൾക്ക് ഉള്ള ഒരു
അമാനുഷികമായ ഒരു കഴിവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതൊരു അവരിലേക്ക് ആൾക്കാരെ ഓറാന്നൊക്കെ നമ്മൾ പറയില്ല, അവരിലേക്ക് ആകർഷിക്കുന്ന എന്തൊക്കെയൊക്കെ ഉണ്ടാവണം. അത് പക്ഷേ അഭിജിത്ത് ചിത്പേക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഞാൻ കണ്ടത് ഈ പറഞ്ഞ പോലെ BJP-യിൽ നിന്നും മാന്യമായി ഇറങ്ങി വന്ന് കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമില്ല സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി വന്ന അണ്ണാമലയിൽ ഞാനത് കാണുന്നുമുണ്ട്. കാരണം അദ്ദേഹം പാർട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ 10 ലക്ഷത്തിലധികം, ഇപ്പം എൻ്റെ 16 ലക്ഷത്തിലധികം ആൾക്കാർ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ജോയിൻ ചെയ്തെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അദ്ദേഹം ഒരിക്കലും ഇന്ത്യയെ തള്ളി പറഞ്ഞുകൊണ്ടല്ല വന്നത്, പക്ഷേ ഇന്ത്യക്കാരനായ തമിഴനെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ പല മാധ്യമങ്ങളും അതൊക്കെ തെറ്റായ രീതിയിലൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരാളെ കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല, അവരുടെ കഴിവുകളെ അറിഞ്ഞില്ലെന്ന് നടക്കാനൊന്നും പറ്റില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം 5 വർഷം വിജയുടെ ഭരണം എങ്ങനെയുണ്ട്, അണ്ണാമലയുടെ ഭരണം എങ്ങനെയുണ്ട്, ഇതെല്ലാം നമുക്ക് കമ്പയർ ചെയ്തിട്ട് അടുത്ത ഇലക്ഷൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വിജയുടെ അടുത്ത ഏറ്റവും വലിയ എതിരാളി അണ്ണാമലയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ക്രോക്കോസ് പാർട്ടിയെക്കുറിച്ച് എന്തായിരുന്നു, അണ്ണാമലയെക്കുറിച്ച് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പോക്കിനെക്കുറിച്ച് എന്തായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയുക. ചീത്തയും തെറിയും വിളിക്കുന്നവർ തന്നെയും തള്ളയും പഠിപ്പിച്ചല്ലേ, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പക്ഷേ തിരിച്ച് ഞാൻ പറയും കേട്ടോ, എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ, ബൈ.